ഹായ്, എൻ്റെ പേര് സിനിയ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ഫ്രൂട്ടാണ്, അതായത് ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇതൊരു നാരങ്ങ പോലത്തെ ഒരു ഫ്രൂട്ടാണ്. ഇതിന്റെ പേര് കാജു നെമൂല എന്നാണ്. ഈ കാജു നെമൂല എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഒരു സ്റ്റേറ്റിന്റെ ഫ്രൂട്ടാണ്. ഏത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഫ്രൂട്ട്സ് ആണ് എന്നതാണ് ക്വസ്റ്റ്യൻ. Which Indian state has officially declared Kaju Nemula the state fruit? ആരാണ്? കേരളം, അസം, കർണാടക. ഇതിൽ ആരാണ്? ആരുടെ ഫ്രൂട്ട്സ് ആണിത്? കേരളത്തിന്റെ ആണോ? അല്ല. കർണാടകയുടെ ആണോ? അസാമിന്റെ ആണോ? ഈ കാജി നമൂല എന്ന് പറഞ്ഞ ഒരു പേരെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന ഒരു പേരാണ് അല്ലെ. നമ്മൾ അങ്ങനെ അധികം കേൾക്കാത്ത ഒരു നോർത്ത് സൈഡിലെ ഒരു പേരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആരായിട്ട് മനസ്സിലാവും? ആസാമിന്റെ ഫ്രൂട്ട്സ് ആണ് അത്. ആസാമിന്റെ ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ കാജു നെമൂല ആരുടെ ഫ്രൂട്ട്സ് ആണ്? ആസാമിന്റെ സ്റ്റേറ്റ് ഫ്രൂട്ട്സ് ആണ്. ഇതാണ് ആ ഒരു ഫ്രൂട്ട്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡിലെ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ വനിത ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ വനിത ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ജസ്റ്റിസ് ബേല ത്രിവേദി, ജസ്റ്റിസ് റൂമ പാൽ, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര, ജസ്റ്റിസ് റിതു ബഹ്രി. ഇതിൽ ആരാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ജസ്റ്റിസ് റിതു ബഹാരി ആണ് എന്നത് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ്. എവിടത്തെയാണ്? അതും കൂടി നോട്ട് ചെയ്യണം. ഉത്തരാഖണ്ഡിന്റെ ഹൈക്കോർട്ടിലെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആണ് ആര്? റിതു ബഹാരി. ജസ്റ്റിസ് റിതു ബഹാരി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫെബ്രുവരി 12 എന്ന് പറഞ്ഞൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാഷണൽ സയൻസ് ഡേ, നാഷണൽ പ്രോട്ടീൻ ഡേ, നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ. ഏത് ദിവസമാണ്? ഫെബ്രുവരി 12 ഏത് ദിവസമാണ്? നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പൊ മറ്റ് ഡേയും കൂടെ എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. അതായത് നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 12 ആണെന്ന് പറഞ്ഞു. ഈ മറ്റ് ഡേയ്സും ഫെബ്രുവരിയിൽ തന്നെയാണ് വരുന്നത്, പക്ഷെ ഡേറ്റിന് മാത്രം വ്യത്യാസമുണ്ട്. നാഷണൽ സയൻസ് ഡേ എപ്പോഴാണ് വരുന്നത്? അത് ഫെബ്രുവരി മാസത്തിലെ 28-ാം തീയതിയാണ് വരുന്നത്. അതായത് ഫെബ്രുവരി 28-നാണ് നാഷണൽ സയൻസ് ഡേ വരുന്നത്. നാഷണൽ സയൻസ് ഡേ വരുന്നത് എപ്പോഴാണ്? ഫെബ്രുവരി 28-ന്. ഇനി അടുത്ത നാഷണൽ പ്രോട്ടീൻ ഡേ. പ്രോട്ടീൻ ഡേയെ കുറിച്ച് പറയുമ്പോൾ അത് ഏത് ദിവസമാണ് വരുന്നത്? ഫെബ്രുവരി 27-നാണ് വരുന്നത്. 27-ന് പ്രോട്ടീൻ ഡേ, 28-ന് സയൻസ് ഡേ. നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ പറഞ്ഞു ഫെബ്രുവരി 12 ആണ്. ഇനി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ എന്നാണ്? അത് ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളും ഏത് മാസമാണ് വരുന്നത്? ഫെബ്രുവരിയിൽ തന്നെയാണ് വരുന്നത്. ഫെബ്രുവരി 28-ന് നാഷണൽ സയൻസ് ഡേ, നാഷണൽ പ്രോട്ടീൻ ഡേ ഫെബ്രുവരി 27, നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ഫെബ്രുവരി 12, ഇനി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ ഏതാണ്? ഫെബ്രുവരി 1. ഈ 4ഉം ഫെബ്രുവരിയിലുള്ളതാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡേയ്സുകൾ പഠിക്കുക. ഏത് മാസമാണ്, ഏത് ദിവസമാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇത് 4ഉം ഇപ്പൊ തന്നെ പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതും ഒരു കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സീ ഡിഫൻഡർ 2024. സീ ഡിഫൻഡർ 2024 അതൊരു അഭ്യാസമാണ്, ഒരു എക്സസൈസ് ആണ്. ഈ എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന കൺട്രീസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏത് കൺട്രീസുകളാണ് സീ ഡിഫൻഡർ 2024-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആൻഡ് റഷ്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് കോസ്റ്റ് ഗാർഡ്, ഇനി മൂന്നാമത്തെ എന്താണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആൻഡ് കോസ്റ്റ് ഗാർഡ് ഓഫ് ശ്രീലങ്ക. ഇതിൽ ആരായിരുന്നു? ഇന്ത്യൻ ഓൾറെഡി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എല്ലാത്തിലും ഇന്ത്യൻ വന്നതുകൊണ്ട് ഓൾറെഡി ഇന്ത്യൻ ഉണ്ട്. ഇനി അതുകൂടാതെ ഏത് കൺട്രിയാണ് വരുന്നത്? റഷ്യൻ ആണോ, യുണൈറ്റഡ് സ്റ്റേറ്റ് ആണോ, അല്ലെങ്കിൽ ശ്രീലങ്കയാണോ? ഏത് കൺട്രിയാണ് വരുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് വരുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് കോസ്റ്റ് ഗാർഡും കൂടെ ചേർന്നിട്ടാണ് സീ ഡിഫൻഡർ 2024 നടത്തുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
സ്വതന്ത്ര ഇന്ത്യയിൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യയില് ആദ്യമായിട്ട് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സ്വതന്ത്ര ഇന്ത്യയില് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കേരള. ഇതിൽ ആരാണ് ഏകീകൃത സിവിൽ കോഡ് ആദ്യമായിട്ട് നടത്തിയത് സ്വതന്ത്ര ഇന്ത്യയില്? ഉത്തരാഖണ്ഡാണ് ചെയ്തിരിക്കുന്നത്. ഉത്തരാഖണ്ഡാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ നേഷൻ വൺ ഇലക്ഷൻ. ഇതൊരു മുദ്രാവാക്യാണ്. ഇത് ആരുടെ മുദ്രാവാക്യാണ്? അല്ലെങ്കിൽ ആരാണ് ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്തത്? വൺ നേഷൻ വൺ ഇലക്ഷൻ. അതായത് ഇലക്ഷൻ, ഇന്ത്യയിൽ മൊത്തം ഇലക്ഷൻ ഒരുമിച്ച് നടത്തണമെന്ന്, അതായത് സ്റ്റേറ്റ് ഇലക്ഷനും സെൻട്രൽ ഇലക്ഷനും ഒരുമിച്ച് തന്നെ നടത്തണം എന്നതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് വൺ നേഷൻ വൺ ഇലക്ഷൻ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വേണം എന്ന് പറഞ്ഞത് ആരാണ്? ഹൈലി റെക്കമെൻഡ് ചെയ്തത് ആരാണ് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ഓഫ് നരേന്ദ്രമോദി, അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് രാംനാഥ് കോവിന്ദ്, ഫോർമർ മുമ്പത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, ഫോർമർ വൈസ് പ്രസിഡന്റ് വെങ്കിട നായിഡു, പിന്നെ വരുന്ന ആരാണ്? ഫോർമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്. ഇതിൽ ആരാണ് ഈ ഒരു കോൺസെപ്റ്റ് മുന്നിലേക്ക് വെച്ചത്? വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞത് ആരായിരുന്നു? രാംനാഥ് കോവിന്ദ് ആണ്. ഫോർമർ പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദ് ആണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മുന്നിലേക്ക് വെച്ചത്. അദ്ദേഹമാണ് അത് പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം വേണം, അതായത് വൺ നേഷൻ വൺ ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമുവിന്റെ അടുത്ത് അതിനൊരു നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വുമൺ പ്രീമിയർ ലീഗ്, അതായത് WPL, വുമൺ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. വുമൺ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ആരാണ് വിൻ ചെയ്തത്? അതാണ് ക്വസ്റ്റ്യൻ. വുമൺ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ആരാണ് വിൻ ചെയ്തത്? 2024ന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ആ ഒരു ഇയറും കൂടെ നോട്ട് ചെയ്യണം. 23 ചോദിക്കുകയാണെങ്കിൽ അതിലെ എഴുതണം. 24 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആരാണ് അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഡൽഹി ക്യാപിറ്റൽ ആണോ? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണോ? കൊൽക്കത്ത നൈറ്റ് റൈഡർ ആണോ? മുംബൈ ഇന്ത്യൻസ് ആണോ? 2024 വുമൺ പ്രീമിയർ ലീഗ് വിൻ ചെയ്തത് ആരാണ്? ഒരു ഡൗട്ടും ഇല്ല. ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ഓഫ് ബാംഗ്ലൂർ ആണ്. പക്ഷേ 2023 അത് മുംബൈ ഇന്ത്യൻസ് ആണ്. അതും കൂടെ നോട്ട് ചെയ്യുക. 2023 കണക്ക് പറയുകയാണെങ്കിൽ അവിടെ അപ്പത്തെ വിന്നർ ആരാണ്? അത് മുംബൈ ഇന്ത്യൻസ് ആണ്. പക്ഷെ 2024 വരുമ്പോൾ അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് വിൻ ചെയ്തത്. നോട്ട് ചെയ്യുക, മാറിപ്പോവരുത്. അതായത് ഇത് നടക്കുന്നത് എവിടെ വെച്ചായിരുന്നു? ഇത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇൻ ന്യൂഡൽഹി. എവിടെ വെച്ചായിരുന്നു? ന്യൂഡൽഹിയിലുള്ള അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇതിനെ എന്താ വിളിക്കുന്നത്? ഈ സ്റ്റേഡിയത്തിൽ വെച്ച ഈ ഒരു ഗെയിമിനെ ടാറ്റ വുമൺ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതില് റോയൽ ചലഞ്ചേഴ്സ് ആണ് ജയിച്ചത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് ജയിച്ചത്. ആരുമായിട്ടായിരുന്നു? ഡൽഹി ക്യാപിറ്റൽസിനുമായിട്ടായിരുന്നു. 8 വിക്കറ്റിനാണ് ജയിക്കുന്നത്. എവിടെ വെച്ചിട്ടായിരുന്നു? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇൻ ന്യൂഡൽഹി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടാറ്റ വുമൺ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് ജയിക്കുന്നത്. ആർക്കെതിരെയാണ്? ഡൽഹി ക്യാപിറ്റലിനെതിരെയാണ്. 8 വിക്കറ്റിനാണ് ജയിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇൻ ന്യൂഡൽഹി അവിടെ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ടോട്ടൽ 5 ടീം ഉണ്ടായിരുന്നു. ഡൽഹി ക്യാപിറ്റൽ, ഗുജറാത്ത് ഗെയിം, മുംബൈ ഇന്ത്യൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു, UP വാരിയേഴ്സ്. അങ്ങനെ ഇതില് ജയിച്ചത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ്. 2023 കണക്കാണെങ്കിൽ അതാരാണ്? മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു 2023 ജയിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യത്തെ ആദ്യത്തെ നാഷണൽ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എങ്ങനത്തെ മ്യൂസിയമാണ്? എപ്പിഗ്രാഫി മ്യൂസിയം. രാജ്യത്തെ ആദ്യത്തെ മ്യൂസിയം എവിടെയാണെന്ന് ചോദിക്കുന്നതിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാം. പക്ഷെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് എപ്പിഗ്രാഫി മ്യൂസിയം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്. ഇതിൽ ഏതായിരിക്കും? ഏതിലാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലാണ് എപ്പിഗ്രാഫി നാഷണൽ മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള
ഫാക്ട്സും കൂടെ നമുക്ക് നോക്കാം. കേന്ദ്ര സാംസ്കാരിക മന്ത്രി, അതായത് യൂണിയൻ കൾച്ചർ മിനിസ്റ്റർ ആയിട്ടുള്ള KG കിഷൻ റെഡ്ഡി, അദ്ദേഹം ഹൈദരാബാദിലുള്ള സാലാർജംഗ് മ്യൂസിയത്തിലാണ് രാജ്യത്തിന്റെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫിക്ക് തറക്കല്ലിട്ടത്. അപ്പൊ നോട്ട് ചെയ്യാം, ഹൈദരാബാദിലാണ് അത് ചെയ്യുന്നത്. രാജ്യത്തിന്റെ ആദ്യത്തെ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫിയാണ് വരുന്നത്. അത് എവിടെയാണ് കൊണ്ടുവരുന്നത്? ഹൈദരാബാദിലെ സാലാർജംഗ് മ്യൂസിയത്തിലാണ് രാജ്യത്തിന്റെ ഈ ഒരു എപ്പിഗ്രാഫി മ്യൂസിയം എന്ത് ചെയ്യുന്നത്, വരാനായിട്ട് പോകുന്നത്. ഇത് ആരാണ് ചെയ്തത്? ആരായിരുന്നു ഇതിന് നേതൃത്വം വഹിച്ചത്? ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ഒരു മ്യൂസിയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. അപ്പൊ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? യൂണിയൻ കൾച്ചർ മിനിസ്റ്റർ ആയിട്ടുള്ള G കിഷൻ റെഡ്ഡിയാണ് ഈ ഒരു ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി സ്റ്റാർട്ട് ചെയ്തത്, അതിനുവേണ്ടി തറക്കല്ലിടുന്നത്. ഓക്കെ, അതിനു വേണ്ടി ഉദ്ഘാടനം ചെയ്യാന്ന് പറയില്ലേ, ഫൗണ്ടേഷൻ സ്റ്റോൺ കൊടുക്കുന്നത്. ഇത് എവിടെയാണ് വരുന്നത്? സാലാർജംഗ് മ്യൂസിയത്തിലാണ്, ഹൈദരാബാദിലുള്ള സാലാർജംഗ് മ്യൂസിയത്തിലാണ് ഇത് വരുന്നത്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, അവരാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. എപ്പിഗ്രാഫി എന്ന് പറയുമ്പോൾ ഹൈദരാബാദ് അങ്ങ് ഓർത്ത് വെച്ചാൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യുണൈറ്റഡ് കിങ്ഡം അതായത് UK-യുടെ ചാൾസ് മൂന്നാമൻ രാജാവ്, ചാൾസ് തേർഡ് കിങ്ങിന്റെ ഒരു ഓണക്കി നൈറ്റ്ഹുഡ് എന്ന് പറഞ്ഞൊരു ഒരു ബഹുമതിയുണ്ട്. ആ ബഹുമതി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പൗരൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? കിങ്സ് ചാൾസ് മൂന്നാമന്റെ ഒരു പദവിയുണ്ട്, ഒരു പദവി കൊടുക്കാറുണ്ട്. എന്താണത്? ആ പദവിയുടെ പേരെന്താണ്? ഓണക്കി നൈറ്റ്ഹുഡ് അല്ലെങ്കിൽ ഓണറി നൈറ്റ്ഹുഡ് എന്ന് പറയും. ഈ ഒരു പദവി കൊടുക്കാനായിട്ട് അർഹതപ്പെട്ട വ്യക്തി ആരായിരുന്നു? ഇതിൽ ആരായിരുന്നു? ഈ 3 പേരില് ആരായിരുന്നു അതെന്നാണ് ചോദിക്കുന്നത്. ആരായിരുന്നു അത്? സനിൽ ഭാരതി മിത്തനാണോ, മുകേഷ് അംബാനിയാണോ, രത്തൻ ടാറ്റയാണോ? ആർക്കായിരുന്നു ആ ഒരു ബഹുമതി കിട്ടിയത്? നമ്മൾ വിചാരിക്കും മുകേഷ് അംബാനിയാണ് അല്ലെങ്കിൽ രത്തൻ ടാറ്റയാണെന്ന് വിചാരിക്കും. പക്ഷെ അവരാരുമല്ല അത് നേടിയത്. അതാരായിരുന്നു? സനിൽ ഭാരതി മിത്താൽ ആണ് ആ ഒരു അവാർഡ് നേടിയത്. ആ ഒരു ബഹുമതി നേടിയത് ആരാണ്? സനിൽ ഭാരതി മിത്താൽ. നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു പോയിന്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തൽബിറ തെർമൽ പവർ പ്രോജക്റ്റ്, അതായത് തൽബിറ തെർമൽ പവർ പ്രോജക്റ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്യാം. തൽബിറ ടെർമിനൽ പവർ പ്രോജക്റ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ജാർഖണ്ഡ്, ഒഡീഷ, ഗുജറാത്ത്. ഇതിൽ ഏതിലാണ്? ജാർഖണ്ഡിലാണോ, ഒഡീഷയിലാണോ, ഗുജറാത്തിലാണോ? എവിടെയാണ്? ഒഡീഷയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ തൽബിറ ടെർമിനൽ പവർ പ്രോജക്റ്റ് ഒഡീഷയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ കൽക്കരി മന്ത്രാലയം, അതായത് കൽക്കരി മന്ത്രാലയമാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അവരുടെ കീഴിലുള്ള നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ ഒരു പ്രോജക്റ്റിന് സ്റ്റാർട്ട് ചെയ്തത്. അവരാണ് ഇത് തുടങ്ങുന്നത്. ഈ ഒരു പ്രോജക്റ്റിന്റെ ശിലാസ്ഥാപനം ഒഡീഷയിലുള്ള സാമ്പൽപൂരിൽ വെച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. അതായത് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് കൽക്കരി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ഇതിന്റെ ഒരു ഉദ്ഘാടനം, അതായത് ഇതിന്റെ ഒരു തറക്കല്ലിട്ടത് ആരായിരുന്നു? പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, നരേന്ദ്രമോദിയാണ് അത് ചെയ്തത്. എവിടെ വെച്ചായിരുന്നു അത് ചെയ്തത്? ഒഡീഷയിലുള്ള സാമ്പൽപൂരിൽ വെച്ചിട്ടാണ് അത് ചെയ്തത്. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ചോദിക്കാം, ആരാണ് അതിന് ഉദ്ഘാടനം ചെയ്തത്, തറക്കല്ലിട്ടത് ആരാണെന്ന് ചോദിക്കാം. അത് പ്രൈം മിനിസ്റ്റർ ആണ്, നരേന്ദ്രമോദിയാണ്. എവിടെ വെച്ചിട്ടാണെന്ന് ചോദിക്കാം. ഒഡീഷയിലെ സാമ്പൽപൂരിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ആരുടെ കീഴിലാണ് വരുന്നത്? കോൾ മിനിസ്ട്രിയുടെ കീഴിലാണ്. അതിന് കീഴിൽ വരുന്ന ആ ഒരു കോർപ്പറേഷന്റെ പേരെന്താണ്? നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡിന്റെ കീഴിലാണ് വരുന്നത്. സാമ്പൽപൂർ ആണ്, ഒഡീഷയിലെ സാമ്പൽപൂരിലാണ് ഇത് വരുന്നത്. നരേന്ദ്രമോദിയാണ് ഇതിന് ഉദ്ഘാടനം ചെയ്തത്. ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മിലൻ നേവൽ എക്സസൈസ്. മിലൻ നേവൽ എക്സസൈസ് ഒന്നുകൂടെ പറയാം. മിലൻ നേവൽ എക്സസൈസ് വിശാഖപട്ടണത്തിലാണ് നടന്നത്. 12th എഡിഷൻ എന്ന് പറഞ്ഞാൽ 12ാമത്തെ എഡിഷൻ ആയിട്ട് നടന്നത്. എവിടെ വെച്ചിട്ടാണ്? വിശാഖപട്ടണത്തിൽ വെച്ചിട്ടാണ്. ഏത് സമയത്താണ്? അതാണ് ചോദ്യം. 9th ഫെബ്രുവരി ടു 27th ഫെബ്രുവരി ആണോ, 22nd ഫെബ്രുവരി ടു 27th ഫെബ്രുവരി ആണോ, 9th മാർച്ച് ടു 25th മാർച്ച് വരെയാണോ? ഏത് സമയത്താണ് ഇത് നടന്നത്?
അപ്പൊ ഇവിടെ വേറൊരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യണം കേട്ടോ. വിശാഖപട്ടണത്തിൽ വെച്ചിട്ടാണ് മിലൻ നേവൽ എക്സസൈസ് നടന്നത്. അതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്. അങ്ങനെയും ചോദിക്കാം, എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്നും ചോദിക്കാം. അപ്പൊ നമുക്ക് തെറ്റരുത്, വിശാഖപട്ടണമാണ്. പക്ഷെ ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്നത് അതല്ല. എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് സമയത്താണ് നടന്നത്, ഏത് നാൾ മുതൽ ഏത് നാൾ വരെയാണ് അത് നടന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് നാൾ മുതൽ ഏത് നാൾ വരെയാണ് നടന്നിരിക്കുന്നത്? 9th ഫെബ്രുവരി മുതൽ 27th ഫെബ്രുവരി വരെയാണ് നടന്നിരിക്കുന്നത്. 2024 മിലൻ നേവൽ എക്സസൈസ് 12th എഡിഷൻ ആണ്. അതും കൂടെ നോട്ട് ചെയ്യുക, 12th എഡിഷൻ ആണ്. ഇനി ഇത് നമുക്കൊന്നുകൂടി ജസ്റ്റ് ഒന്ന് എടുത്തു പറയാം. അതായത് വിശാഖപട്ടണത്തിലാണ് നടന്നത്. 9th ഫെബ്രുവരി മുതൽ 27th ഫെബ്രുവരി വരെയാണ് നടന്നത്. 2024 നടക്കുന്നത്. ഇനി ഇതിന്റെ തീം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഫോറിൻ നേവൽ അലയൻസ് ഫോർ ദി സെക്യൂർ മാർക്കൈൻ ഫ്യൂച്ചർ. അതാണ് ഇതിന്റെ ഒരു ഇത്. അതായത് തീം എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷിതത്വത്തിന് നാവിക സഖ്യങ്ങളെ രൂപപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ ഫോം ചെയ്യുക. അതാണ് ഇതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ. അതായത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നാവിക സേനയെ എന്താക്കുക? കരുത്തുള്ളതാക്കി എടുക്കുക. അതാണ് ഇതിന്റെ തീം എന്ന് പറഞ്ഞാൽ. വിശാഖപട്ടണത്തിൽ വെച്ചാണ് നടന്നത്. അത് നോട്ട് ചെയ്യുക. 9th ഫെബ്രുവരി ടു 27th ഫെബ്രുവരി വരെയാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത്. ഇനി നമുക്ക് അടുത്തതൊരു ബുക്കിന്റെ പേര് പഠിക്കാം. ഈ ബുക്കിന്റെ പേരെന്താണ്? സോളോയിങ് ദ സൺ, സൂര്യനെ വിഴുങ്ങൽ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയാൻ പറ്റും. സോളോയിങ് ദ സൺ. ഇതിന്റെ ഓതർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അതിലൊരു ഓപ്ഷൻ പറഞ്ഞ പച്ചനന്ദ, മനോജ്, ലക്ഷ്മി മുർദേശ് പൂരി. ആരായിരുന്നു ഈ ഒരു ബുക്കിന്റെ ഒരു ഓതർ ആരായിരുന്നു? ലക്ഷ്മി മുർദേശ്വർ പൂരി. അവരാണ് ഈ ഒരു സോളോയിങ് ദ സൺ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്. നോട്ട് ചെയ്ത് വെക്കാതെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബുക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ധാരാളം ചോദിക്കാറുണ്ട്. അപ്പൊ സോളോയിങ് ദ സൺ ആരുടെയാണ്? ലക്ഷ്മിയുടെയാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൺ ലക്ഷ്മി, അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൺ സൂര്യൻ, ലക്ഷ്മി അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. സൺ ലക്ഷ്മി അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. സോളോയിങ് ദ സൺ ആരുടെയാണ്? ലക്ഷ്മി മുർദേശ്വർ പുരിയുടെയാണ്. നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ബുക്കിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വലിയൊരു പേരാണ്. ഡബ്ലിംഗ് ദ ഡിപ്ലോമസി ഓതറൈസ്ഡ് ആൻഡ് അതർവൈസ് റീകളക്ഷൻ ഓഫ് നോൺ കരിയർ ഡിപ്ലോമാറ്റ്. ആ പേര് തന്നെ കേൾക്കുമ്പോൾ ഒരുപാട് നീട്ടം ഉണ്ടല്ലേ. അപ്പൊ ആ നീട്ടമുള്ള പേരിന്റെ ആ എഴുതിയ ആൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. എന്തായിരിക്കും? ആ ബുക്കിന് മാത്രമേ നീട്ടം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ബുക്കിന്റെ പേരിന് മാത്രമേ വലിപ്പം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് എഴുതിയ ആളുടെ പേരിന് അത്ര വലിപ്പം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആരാണ് കറക്റ്റ് ആയിട്ട് വരുന്ന വ്യക്തി? ശശി തരൂരാണോ, അരുന്ധതി റോയ് ആണോ, മുന്നിയാണോ? ആരാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? മുന്നിയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ശശി തരൂരിന്റെ ബുക്കോ അരുന്ധതി റോയുടെ ബുക്കോ അല്ല ഇത്. ഈ ഒരു ബുക്ക് ആരുടേതാണ്? മുന്നിയുടെ ബുക്കാണ്. കുറച്ചുകൂടെ നീളമുള്ള പേരായതുകൊണ്ട് നമ്മളൊന്ന് ഉദ്ദേശിച്ചു വെക്കുക. അപ്പൊ നീളമുള്ള പേരിലുള്ള ഈ ബുക്ക് എഴുതിയ ആളുടെ പേരിന് വലിയ നീളമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മുന്നി എന്നാണ് പേര്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യുനാനി ഡേയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. യുനാനി ഡേ ഏത് ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യുനാനി ഡേ ഏത് ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ജനുവരി 11 അല്ലെങ്കിൽ ഫെബ്രുവരി 11 അല്ലെങ്കിൽ ഫെബ്രുവരി 12 ഏപ്രിൽ 11 ഇതിൽ ഏത് ദിവസമാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഇത് ചെറുതായിട്ടൊന്ന് തെറ്റ് വന്നതാണ്, അപ്പൊ ഒന്ന് മായ്ച്ചോളെ. നോക്കിയേ, ജനുവരി 11 ഫെബ്രുവരി 11 ഫെബ്രുവരി 12 ഏപ്രിൽ 11 ഏത് ദിവസമാണ് യുനാനി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ യുനാനി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്? ഫെബ്രുവരി 11 ചിലപ്പോൾ ഫെബ്രുവരി 11, ഫെബ്രുവരി 12, ഫെബ്രുവരി 13 അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഡൗട്ട് വരരുത്. ഡേയും ഓർത്ത് തന്നെ വെക്കണം. മാസം മാത്രം ഓർത്ത് വെച്ചിട്ട് കാര്യമില്ല, ഡേയ്സും കൂടെ നമ്മളൊന്ന് ഓർത്ത് വെക്കണം. ഫെബ്രുവരി 11. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ആരാണ് നടത്തുന്നത്? ആയുഷ് മിനിസ്ട്രി ആണ് നടത്തുന്നത്. ആയുഷ് മിനിസ്ട്രി ആണ് ഈ ഒരു ഡേ യുനാനി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്? ആരുടെ ഓർമ്മയ്ക്കാണ്? ഹക്കീം അജ്മൽ ഖാന്റെ. ഹക്കീം അജ്മൽ ഖാന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഡേ എന്തായിട്ട് ആഘോഷിക്കുന്നത്? യുനാനി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആരുടെയാണ്? പേരെന്താണ് അദ്ദേഹത്തിന്റെ? ഹക്കീം അജ്മൽ ഖാൻ. ആയുഷ് മിനിസ്ട്രി ആണ് നടത്തുന്നത്. ഫെബ്രുവരി 11 യുനാനി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
നമ്മുടെ പ്രൈം മിനിസ്റ്റർ യു എയിൽ പോയിട്ട് അവിടെ ഒരു നഗരത്തില് ഒരു ക്ഷേത്രത്തിന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതായത് യു എയിലെ ഏത് നഗരത്തിലാണ് അക്ഷര പുരുഷോത്തമൻ സ്വാമി നാരായണ സംസ്ഥ ക്ഷേത്രം, അതായത് ആ പേര് കുറച്ച് വലുതാണ്, അതുകൊണ്ട് നോട്ട് ചെയ്യാം. എന്താണ് പേരെന്താണ്? അക്ഷര പുരുഷോത്തമ സ്വാമി നാരായണ സംസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിള് യു എയിലുള്ള ഏത് സ്ഥലത്താണ്, എവിടെയാണ് എന്ത് ചെയ്തത്, ഉദ്ഘാടനം ചെയ്യുക, അല്ലെങ്കിൽ തറയിടുക എന്ന് പറയില്ല, അത് ചെയ്തത് എവിടെ വെച്ചിട്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതിന് ഓപ്ഷൻസ് പറയുന്നത് എ ദുബായ്, ബി അബുദാബി, സി ഷാർജ, ഡി ജബൽ അലി. എവിടെ വെച്ചിട്ടായിരുന്നു? യു എ ആവുമ്പോ അത് എന്താണ്? അബുദാബിയിൽ വെച്ചിട്ടായിരുന്നു അത് ചെയ്തത്. ഓക്കെ, അബുദാബിയിൽ വെച്ചിട്ടാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പേര് കുറച്ച് വലുതാണ് എങ്കിൽ കൂടിയും എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരണം. എക്സാമിന്റെ ടൈമില് പേര് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്യുക. അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു പേര് വേഗം കിട്ടും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് വെച്ചാല് അടുത്തത് ഇന്ത്യ, ശ്രീലങ്ക, മാലദ്വീപ്സ് ചേർന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 6th എഡിഷൻ ആയിരുന്നു. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ത്രിരാഷ്ട്ര എക്സസൈസ് ആയിരുന്നു. അത് എവിടെ വെച്ചായിരുന്നു നടന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ, ശ്രീലങ്ക, മാലദ്വീപ്സ് ഈ 3 കൺട്രീസുകളും കൂടെ ചേർന്നിട്ട് ഒരു ത്രിതല അല്ലെങ്കിൽ ഒരു ത്രിരാഷ്ട്ര എന്ന് പറയാം. 3 രാഷ്ട്രങ്ങളുണ്ടല്ലോ. ഈ 3 രാഷ്ട്രങ്ങളും ചേർന്നിട്ട് ഒരു എക്സസൈസ് നടത്തിയിരുന്നു. അതെവിടെയാണ് നടത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധാക്കയിലാണോ, അല്ലെങ്കിൽ കൊളംബോയിലാണോ, അല്ലെങ്കിൽ മെയിലാണോ? എവിടെയാണ് നടന്നത്? മാൽദ്വീപ്സിന്റെ അങ്ങനെയാണോ? അത് എവിടെയാണ് നടന്നത്? ഈ ഒരു 3 സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തായിരുന്നു നടന്നത്. എവിടെയായിരുന്നു അത്? മാലിലായിരുന്നു നടന്നത്. അപ്പോ ഏതൊക്കെ കൺട്രീസുകളായിരുന്നു? ഇന്ത്യ ഉണ്ടായിരുന്നു, ശ്രീലങ്ക ഉണ്ടായിരുന്നു, മാലദ്വീപ്സ് ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ത്രിരാഷ്ട്ര എക്സസൈസ് ചെയ്തത്. അത് എവിടെ വെച്ചായിരുന്നു നടന്നത്? മാലിൽ വെച്ചിട്ടാണ് അത് നടന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞത്, ദോസ്ത് എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. കാരണം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. 16ാമത്തെ എഡിഷൻ ആണ് ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യ, മാലദ്വീപ്, അതുപോലെ തന്നെ ശ്രീലങ്ക എന്നുൾപ്പെടുന്ന 3 കൺട്രീസുകൾ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. ദോസ്തി എന്നാണ് ഇതിന്റെ പേര്. ദോസ്ത് എന്ന് പറഞ്ഞ ഹിന്ദി വേർഡാണ്. അത് മലയാളത്തിൽ, ഹിന്ദിയിൽ നമ്മൾ ദോസ്ത് എന്ന് പറയുന്നത്, മലയാളത്തിൽ എന്താണ് അർത്ഥം വരുന്നത്? സുഹൃത്ത്, അല്ലെ? സുഹൃത്തുക്കൾ, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്ന രീതിയിലാണ് ഈ 3 കൺട്രീസുകളും ചേർന്ന് ചെയ്തത്. ഇന്ത്യ, മാലദ്വീപ്സ് ആൻഡ് ശ്രീലങ്ക. ഈ 3 കൺട്രീസുകളും ചേർന്നിട്ട് ഇതൊരു 16ാമത്തെ എഡിഷൻ ആണ്. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ദോസ്തി എന്ന പേരില് ഇത് തുടങ്ങുന്നത്. ഇതിലൊരു നിരീക്ഷകനായിട്ട് ഒരു ഒബ്സർവേഷൻ റോളിൽ ആര് വർക്ക് ചെയ്യുന്നുണ്ട്? ബംഗ്ലാദേശും കൂടെ ഉണ്ട്. 2024 ഫെബ്രുവരി മാസത്തിലാണ് ഇത് നടന്നത്. 2024 ഫെബ്രുവരി 22 മുതൽ 25 വരെയുള്ള ദിവസത്തില് മാലിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം, മാലദ്വീപ്സിലെ മാലിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പേര്? ദോസ്ത് 6th എഡിഷൻ. എന്താണ്? ഇതൊരു ത്രിരാഷ്ട്ര എക്സസൈസ് ആയിരുന്നു. ഇന്ത്യ, മാലദ്വീപ്സ്, ശ്രീലങ്ക ഈ 3 കൺട്രീസുകൾ ഉണ്ടായിരുന്നു. ഒബ്സർവേഷൻ റോളിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ബംഗ്ലാദേശ് ആയിരുന്നു. മാലദ്വീപ്സിലെ മെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്, മാലിൽ വെച്ചാണ് നടക്കുന്നത്. 22 to 25 വരെയുള്ള ഡേയ്സ്, 2024 ഫെബ്രുവരി 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടന്റ് എന്ന് നോക്കിയേ, പരമ്പരാഗത ഇന്ത്യൻ പഞ്ചാംഗം അനുസരിച്ച്, ഇന്ത്യൻ പഞ്ചാംഗം അറിയാൻ പാടില്ലേ? കേട്ടിട്ടില്ലേ അത്? ഇന്ത്യൻ പഞ്ചാംഗം അനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്നതിനായി ലോകത്തിൽ ആദ്യമായിട്ട് വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പഞ്ചാംഗ സമയം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി, പാരമ്പര്യമായിട്ടുള്ള ഇന്ത്യയിലെ പഞ്ചാംഗ സമയം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്, അത് നമുക്കറിയാം. അത് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ന്യൂഡൽഹി ആണോ, ഉജ്ജയിൻ ആണോ, വാരണാസി ആണോ? ഒരു ഡൗട്ടും ഇല്ല. എന്താണ്? ഉജ്ജയിനിലാണ്. മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്, ഉജ്ജയിൻ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു പ്രോഗ്രാം വന്നിരിക്കുന്നത്. ഫസ്റ്റ് വേദിക് ക്ലോക്ക് ആണ്, വേൾഡിലെ തന്നെ ഫസ്റ്റ് വേദിക് ക്ലോക്ക് ആണിത്. ഉജ്ജയിൻ ആണ്
ഫസ്റ്റ് വേദിക് ക്ലോക്ക് ആണ്, മധ്യപ്രദേശ് ആണ് സ്റ്റേറ്റ്, ഉജ്ജയിൻ ആണ് ഡിസ്ട്രിക്ട്. നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തത് ഒരു ഡേയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ സെൻട്രൽ എക്സൈസ് ഡേ എന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലെ സെൻട്രൽ എക്സൈസ് ദിനം നമ്മൾ എപ്പോഴാണ് ആഘോഷിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജനുവരി 15, ഓപ്ഷൻ ബി 24th ഫെബ്രുവരി, ഓപ്ഷൻ സി 1st മാർച്ച്. ഇതിൽ ഏത് ദിവസമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്? 24th ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 24-ാം തീയതിയാണ് സെൻട്രൽ എക്സൈസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് 1944 നോട്ട് ചെയ്യാത്ത ഈ ഇയർ 1944 ഒരു സെൻട്രൽ എക്സൈസ് ആൻഡ് സാൾട്ട് ആക്ട് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഫെബ്രുവരി 24-ാം തീയതി സെൻട്രൽ എക്സൈസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഇയർ മറക്കരുത്. 1944 ആ സമയത്ത് വന്നിരുന്ന ആക്ട് ഏതാണ്? സെൻട്രൽ എക്സൈസ് ആൻഡ് സാൾട്ട് ആക്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സുദർശന സേതു ബ്രിഡ്ജ്, ആ പേര് നോക്കാം. സുദർശന സേതു ബ്രിഡ്ജ് ഏത് സ്ഥലങ്ങൾ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? അങ്ങനെയാണ് ചോദ്യം. അതായത് സുദർശന സേതു ബ്രിഡ്ജ് ഏത് ലൊക്കേഷനുകൾ തമ്മിലാണ്? 2 ലൊക്കേഷൻ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 2 ലൊക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ബേറ്റ് ദ്വാരക ദ്വീപ് മുതൽ, അല്ലെങ്കിൽ ബേറ്റ് ദ്വാരക ഐലൻഡ് ആൻഡ് മുംബൈ, ബാംഗ്ലൂരു ആൻഡ് മുംബൈ, ബേറ്റ് ദ്വാരക ദ്വീപ് ആൻഡ് ഓഖെ. ഇതിൽ ഏതാണ് ഈ ഒരു സുദർശന സേതു ബ്രിഡ്ജുമായി കണക്ട് വരുന്നത്? ഈ 2 ലൊക്കേഷൻസ് വെച്ചിട്ടാണ് 3 ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇതിൽ ഏതിലാണ് ഈ ഒരു സുദർശന സേതു ബ്രിഡ്ജ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ബേറ്റ് ദ്വാരക ഐലൻഡ് ആൻഡ് ഓഖെ ആണ് കറക്റ്റ്. മുംബൈ അല്ല കേട്ടോ, ഓഖെ ആണ് കറക്റ്റ്. നമ്മൾ ഈ ബേറ്റ് ദ്വാരക കാണുമ്പോൾ മുംബൈയും ഓഖെയും വരുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. ഡൗട്ട് ഒന്നും വരണ്ട, മുംബൈ അല്ല ഓഖെ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സുദർശന സേതു ബ്രിഡ്ജ് ഓഖെയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ബേറ്റ് ദ്വാരക ഐലൻഡിനെ. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പോയിന്റ് പഠിക്കാനുണ്ട്. ഈ സുദർശന സേതു ഗുജറാത്തിലാണുള്ളത്. നരേന്ദ്രമോദിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അതൊരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. സുദർശന സേതു എവിടെയാണ്? ഗുജറാത്തിലാണുള്ളത്. ആരാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്? നരേന്ദ്രമോദിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. സിഗ്നേച്ചർ ബ്രിഡ്ജ്. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം, സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സുദർശന സേതു ആണ്. അത് ഗുജറാത്തിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിന് പേര് മാറ്റിയിട്ടാണ് ഈ ഒരു സിഗ്നേച്ചർ ബ്രിഡ്ജിന്റെ പേര് മാറ്റിയിട്ടാണ് സുദർശന സേതു അല്ലെങ്കിൽ സുദർശൻ എന്നും പറയാറുണ്ട്. സുദർശൻ ബ്രിഡ്ജ് എന്നും നമുക്ക് പറയാം. സുദർശന സേതു എന്നോ അല്ലെങ്കിൽ സുദർശൻ ബ്രിഡ്ജ് എന്നും പറയാം. ഇതിന് മുമ്പത്തെ പേര് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പേര് സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നാണ്. അപ്പൊ സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്താണെന്ന് ചോദിച്ചാലും സുദർശന സേതു ഏതെന്ന് ചോദിച്ചാലും സുദർശൻ ബ്രിഡ്ജ് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. ഗുജറാത്തിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇത് വളരെ നീളമേറിയ ഒരു കേബിൾ സ്റ്റേഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അതായത് കുറച്ച് നീളമുണ്ട്. ദ്വാരക ഡിസ്ട്രിക്റ്റിലാണ് ഇത് ഉള്ളത്. കുറച്ച് ദൂരത്തിലുള്ള കേബിൾ സ്റ്റേഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഇതിന് 2.32 കിലോമീറ്റർ ആണ് ഒരു ഇത് വരുന്നത്. എന്താണ്? കിലോമീറ്റർ നീളമുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകത എന്താണ്? അറബിക്കടലിന് മുകളിലൂടെയാണ് ഇത് വരുന്നത്. അതുവഴിയാണ് ഇത് ദ്വാരക ഐലൻഡിനെയും അതുപോലെ ഓഖെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓഖെയുമായിട്ട് ഈ ദ്വാരക ഐലൻഡിനെ കണക്ട് ചെയ്യുന്നത് അറബിക്കടലിന്റെ മുകളിലൂടെയാണ്. 2.3 കിലോമീറ്റർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ആണ്. സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്ന് പേരുണ്ട്, അല്ലെങ്കിൽ സുദർശന സേതു എന്ന് വിളിക്കാം. ഗുജറാത്ത് ആണ് സ്റ്റേറ്റ്, ദ്വാരകയാണ് ഡിസ്ട്രിക്ട്. ഇത്രയും പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ന്യൂ ലോക്പാൽ ഓഫ് ഇന്ത്യ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മാറ്റം വരാം. ഇപ്പൊ 2024 കണക്കാണ് പറയുന്നത്. നമ്മുടെ എക്സാമിന് മുമ്പ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഒന്നും കൂടെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, പുതിയ ആളുകൾ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് നോട്ട് ചെയ്യണം. ഇപ്പൊ നിലവിൽ 2024 കണക്കനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആരാണ് ന്യൂ ലോക്പാൽ ഓഫ് ഇന്ത്യ ആയിട്ട് വരുന്നത്? ഇതിൽ ഒരാളായിരുന്നു. ആരായിരുന്നു? ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയാണോ, അല്ലെങ്കിൽ ദീപക് മിശ്രയാണോ? ജസ്റ്റിസ് ദീപക് മിശ്രയാണോ, അല്ലെങ്കിൽ ജസ്റ്റിസ് MP ഗാൻവിൽക്കർ ആണോ, അല്ലെങ്കിൽ ജസ്റ്റിസ് ശാരദ് അരവിന്ദ്
ബോബ്ഡെ ആണോ? ഇതിൽ ആരാണ് ഈ ഒരു പൊസിഷനിലേക്ക് വന്നത്? ന്യൂ ലോക്പാൽ ഓഫ് ഇന്ത്യ ആരാണ്? ഒരു ഡൗട്ടുമില്ല, ആരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ്. അദ്ദേഹമാണ് നമ്മുടെ ന്യൂ ലോക്പാൽ ഓഫ് ഇന്ത്യ. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മാറ്റം വരാം, ചിലപ്പോൾ മാറ്റമൊന്നും വരില്ല, എങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കറന്റ് അഫയേഴ്സ് ആയതുകൊണ്ട് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മുംബൈയിൽ നടന്ന 71ാമത്തെ മിസ് വേൾഡിലെ ആരാണ് കിരീടം ചൂടിയത്? മുംബൈയിൽ വെച്ചാണ് നടന്നത് 71ാമത്തെ മിസ് വേൾഡ് കപ്പില് ആ ഒരു കിരീടം ചൂടിയ വ്യക്തി ആരാണ്? രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്രിസ്റ്റീന പിഷ്കോവെ കൂടാതെ യാസ്മീന സൈറ്റോ. ഇതിൽ ആരാണ് 71ാമത്തെ മിസ് വേൾഡ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്? ക്രിസ്റ്റീനയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ നോക്കാനുണ്ട്. 71ാമത്തെ മിസ് വേൾഡ് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചായിരുന്നു. ഇന്ത്യയിലെ മുംബൈയിൽ വെച്ചിട്ട് ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. 112 കൺട്രീസുകൾ അതിൽ പങ്കെടുത്തായിരുന്നു. അതിൽ വിന്നർ ആരായിരുന്നു? ക്രിസ്റ്റീനയായിരുന്നു. 71ാമത്തെ മിസ് വേൾഡ് ആയിട്ട് അവർ വരികയാണ് ചെയ്തത്. അപ്പോ അതിന് തൊട്ട് മുമ്പത്തെ വർഷം 2022 നടന്ന ആ ഒരു മിസ് വേൾഡ് മത്സരത്തിൽ കിരീടം ചൂടിയ വ്യക്തിയാണ് കരോലിനയാണ് ഈ ഒരു ക്രിസ്റ്റീനയുടെ തലയിൽ ആ ഒരു കിരീടം വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അത് ചെയ്തത്. അപ്പൊ അത് ആരാണെന്നും കൂടെ നോട്ട് ചെയ്യാം. 2022 കരോലിനയായിരുന്നു. 71ാമത്തതിന് ഒരു ഇമ്പോർട്ടന്റ് എന്താണ്? അത് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഒരു മിസ് വേൾഡ് മത്സരമായിരുന്നു. അതായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് വരുന്നത്. കരൺ ജോഹറും കൂടാതെ മേഘൻ യങ്ങും ആയിരുന്നു അതിന്റെ ഹോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ കൂടാതെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണത് നടന്നത് അല്ലെ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത. 28 വർഷങ്ങൾക്ക് ശേഷമാണ് അത് ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ അതില് ഇന്ത്യക്ക് വേണ്ടി ആരായിരുന്നു ഒരു മിസ് വേൾഡിൽ പങ്കെടുത്ത വ്യക്തി? സിനി ഷെട്ടിയാണ് പങ്കെടുത്തത്. ഓക്കെ, 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ അത് വരുന്നത്. സിനി ഷെട്ടിയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മിസ് വേൾഡ് മത്സരത്തിൽ പങ്കെടുത്ത വ്യക്തി. ആർക്കായിരുന്നു കിട്ടിയത്? ക്രിസ്റ്റീനയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അണക്കെട്ട് അത് ഏതാണ് എന്നാണ്. അതായത് അതിന്റെ ഡാമിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഹയസ്റ്റ് ഡാം സ്ട്രക്ചർ ഇൻ ഇന്ത്യ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് അണക്കെട്ടിനാണ് ഘടനാപരമായിട്ട് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡാം ആയിട്ട് വരുന്നത്? ഏതായിരിക്കും? ബക്രം ഡാം ആണോ, അല്ലെങ്കിൽ സർദാർ സരോവർ ഡാം ആണോ, അല്ലെങ്കിൽ ഏതാണ്? ദി ബാങ്ക് മൾട്ടിപർപ്പസ് ഡാം ആണോ? ഏതാണ്? ദി ബാങ്ക് മൾട്ടിപർപ്പസ് ഡാം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഹയസ്റ്റ് ഡാം സ്ട്രക്ചർ ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏതാണ്? ദി ബാങ്ക് മൾട്ടിപർപ്പസ് ഡാം ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. അരുണാചൽ പ്രദേശിലുള്ള ലോവർ ദിബാങ് വാലി ജില്ലയിലാണ് ഇതുള്ളത്. അവിടെയാണ് ഇതുള്ളത്. ഇത് അരുണാചൽ പ്രദേശിലാണ് ഈ ഡാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് 2032 ഇത് കമ്മീഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 2032 കമ്മീഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. 278 മീറ്റർ ഉയരമുള്ള ഒരു ഡാമാണ്. ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത എന്താണ്? 278 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ ഡാമിന്. അതുകൂടാതെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഹയസ്റ്റ് കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമും കൂടെയാണ്. ഇന്ത്യയുടെ ഹയസ്റ്റ് കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമും ആണ്. അതിന്റെ ഉയരം നമുക്ക് പറയുകയാണെങ്കിൽ 278 മീറ്റർ വരും. 2032 കൂടിയാണ് അത് കമ്മീഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലാണ് അത് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോരാം. ഓസ്കാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഈ ഓസ്കാറില് ഈ 2024 ഓസ്കാർ അവാർഡ്, ഈ ഓസ്കാർ അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഏറ്റവും മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് 2024 കിട്ടിയത് ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എമ്മ സ്റ്റോൺ, സ്കാർലെറ്റ് ജോഹൻസൺ, പിന്നെ പറയാം ചാർലിസ് തെറോൺ. ഇതിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? എമ്മ സ്റ്റോണിനാണ് അവാർഡ് കിട്ടിയിരുന്നത്. ബെസ്റ്റ് ആക്ട്രസ് നടിയായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? എമ്മ സ്റ്റോണിനാണ്. നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഹൈദരാബാദ് ലിബറേഷൻ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതിൽ ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈദരാബാദ് ലിബറേഷൻ ഡേ, ഹൈദരാബാദിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിട്ട് നമ്മൾ ഏത് ഡേ ആണ് കണക്കാക്കുന്നത്? ഇതിൽ ഏത് ഡേ ആണ് കണക്കാക്കുന്നത്? സെപ്റ്റംബർ 17 ആണോ, ഓഗസ്റ്റ് 15 ആണോ, ഓഗസ്റ്റ് 13 ആണോ? ഓഗസ്റ്റ് 15 ആണെന്ന് ഒരിക്കലും കരുതരുത്.
ഹൈദരാബാദ് ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15 അല്ല, സെപ്റ്റംബർ 17 നമ്മൾ ഓഗസ്റ്റ് 15 ആദ്യം തന്നെ ചെന്ന് എന്ത് ചെയ്യുള്ളൂ, കുത്തുള്ളൂ. അതാണ് കറക്റ്റ് എന്ന് നമ്മൾ പറയുള്ളൂ. പക്ഷെ അതല്ല, 7th സെപ്റ്റംബർ ആണ് ഹൈദരാബാദ് ലിബറേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഈ ഓപ്പറേഷൻ പോളോ എന്ന് കേട്ടിട്ടില്ല, അത് ഹൈദരാബാദിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. ഈ ഓപ്പറേഷൻ പോളോയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഡേറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു ഇതിന് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിന്റെ ലയനവുമായി ബന്ധപ്പെട്ട്, മെർജുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലേക്ക് മെർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പോളോ. ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മേജർ ജനറൽ IN ചൗധരി. മേജർ ജനറൽ IN ചൗധരിയാണ് ഈ ഒരു ഓപ്പറേഷൻ പോളോയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിലേക്ക് മെർജ് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അത് നോട്ട് ചെയ്ത് വെക്കാം. സെപ്റ്റംബർ 17 ഹൈദരാബാദിന്റെ വിമോചന ദിനം, ലിബറേഷൻ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതൊരു ബുക്കിന്റെ പേരാണ്. ഇത് ആരാണ് ഈ ഒരു ബുക്ക് എഴുതിയത് എന്നുള്ള ഒരു ഇതാണ് ഇത്. അത് വീണ്ടും നമ്മൾ ബുക്കുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബുക്കിന്റെ പേരെന്താണ്? കോൺസ്പിറൻസി ടു ഔസ്റ്റ് മീ ഫ്രം ദി പ്രസിഡൻസി. അതതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞാൽ എന്നെ പ്രസിഡൻസി നിന്ന് പുറത്താക്കാനുള്ള ഗൂഢാലോചന എന്നൊക്കെ പറയൂലേ, അതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഈ ഒരു പേരില് അറിയപ്പെടുന്ന ബുക്കിന്റെ ഓദർ ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. ഹു ഇസ് ദ ഓദർ ഓഫ് ദിസ് ബുക്ക്? ആരായിരുന്നു? 3 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഗോദാബായ രാജപക്ഷെ, റാണി ഗുണവർദ്ധന, ദിനേശ് ഗുണവർദ്ധന. ഇതിൽ ആരാണ് നമുക്ക് ഈ ഒരു ബുക്ക് തന്നത്, പ്രസന്റ് ചെയ്ത ആരാണ്? നമുക്ക് ആരാണ്? ഗോദബായ രാജപക്ഷ. ഈ പേരൊക്കെ നമുക്ക് കുറച്ച് ടഫ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മൾ എപ്പോഴും ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഒരു നോർത്ത് ഇന്ത്യൻ നെയിംസ് ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി ടഫ് ആയിട്ട് തോന്നുന്നത്. നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക, അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് കണക്ട് ചെയ്യുക, അപ്പൊ പിന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ ഒന്ന് നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വികലാംഗരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഡിസബിലിറ്റി കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ ഈസി നാഷണൽ ഐക്കൺ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഡിസബിലിറ്റി ഉള്ള കാറ്റഗറിയിലുള്ള ആളുകളുടെ ഇടയിൽ ഈസി നാഷണൽ ഐക്കൺ ആയിട്ടുള്ള പേഴ്സൺ ആരായിരുന്നു? 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശ്രീധർ ദേവി, വരുൺ സിംഗ് ബാഠി, ആവണി ലേഖര. ഇതിൽ ആരാണ്? ശ്രീധർ ദേവിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും ഒരു മിലിറ്ററി എക്സസൈസ് ആണ്, ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്. ഇതിന്റെ പേരെന്താണ്? ലാമിറ്റി. ലാമിറ്റി 2024. ലാമിറ്റി 2024 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏത് കൺട്രിയാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്? 10th എഡിഷൻ ആയിരുന്നു. ഏത് കൺട്രിയാണ് ഇത് ഹോസ്റ്റ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ഏത് കൺട്രി ആയിരുന്നു സംഘടിപ്പിച്ചത്? ഇന്ത്യ ആണോ, സീഷൽ ആണോ, ശ്രീലങ്കയാണോ? ഇന്ത്യ അല്ല. ആദ്യമേ തന്നെ പറയാം, ഇന്ത്യ അല്ല. നമ്മൾ കാണുമ്പോൾ ആദ്യം കിടക്കുന്ന ഇന്ത്യ ആണ്. അപ്പൊ ഇന്ത്യയിലായിരിക്കും എന്നൊന്നും കരുതി കളയരുത്. ഇന്ത്യ അല്ല. വേറെ ഏത് കൺട്രിയാണ്? ശ്രീലങ്കയാണോ അല്ലെങ്കിൽ സീഷെൽസ് ആണോ? സീഷെൽസ് ആണ് അത് ചെയ്തത്. സീഷെയിലാണ് കറക്റ്റ്. മാർച്ച് 18 മുതൽ 27 വരെയാണ് ഈ ഒരു ലാമിറ്റി 2024 നടന്നത്. 2001 മുതൽ തന്നെ ഈ സീഷെയിൽ മുതൽ ഇത് നടക്കുന്നുണ്ട്. അവിടെ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ലാമിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് അതിന്റെ മീനിങ്. 2001 മുതൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 10th എഡിഷൻ ആണ്. ഈ മിലിറ്ററി എക്സസൈസിന്റെ പേര് ലാമിറ്റി 2024. മാർച്ച് 18 മുതൽ 27 വരെയാണ്. ഇനി ഇതിൽ പങ്കെടുത്ത ഇന്ത്യയിലെ ഫോഴ്സുകളാണ് ഗൂർഖ റൈഫിൾസും ഡിഫൻസ് ഫോഴ്സും. ഇത് രണ്ടുമായിരുന്നു ഇതിൽ പങ്കെടുത്തിരുന്നത്. ആരൊക്കെയായിരുന്നു? ഗൂർഖ റിബൽസ് ഓഫ് ഇന്ത്യ ആർമിയും അതുകൂടാതെ ഡിഫൻസ് ഫോഴ്സ്. ഡിഫൻസ് ഫോഴ്സ് ആരുടെയായിരുന്നു? അത് ആരുടെയായിരുന്നു? സീഷെൽസിന്റെ ഡിഫൻസ് ഫോഴ്സും ഇന്ത്യയുടെ ഗൂർഖ റൈഫിൾസ് ഓഫ് ഇന്ത്യയുമാണ് ഇതിൽ പങ്കെടുത്തത്. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു എക്സസൈസിൽ പങ്കെടുത്തത്. ഇതിന്റെ പേരെന്താണ്? ലാമിറ്റി. ലാമിറ്റിയുടെ മീനിങ് എന്താണ്? ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇതിന്റെ മീനിങ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്തത് CBSE കുറിച്ച് നോക്കാം. CBSE നമുക്കറിയാം, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ചെയർപേഴ്സൺ ആരാണ്? 2024 കണക്കനുസരിച്ച് ആരാണ് ചെയർപേഴ്സൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഓപ്ഷൻസ് ഉണ്ട്. രാഹുൽ ശർമ്മ, രാഹുൽ സിംഗ്,
പ്രിയ പട്ടേൽ. ആരാണ് ആൻസർ? രാഹുൽ സിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് നോട്ട് ചെയ്യാൻ, ശർമ്മയല്ല സിംഗ് ആണ്. അത് മാറ്റി വരാൻ നോട്ട് ചെയ്യണം എക്സാമിന് മുമ്പ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. UN വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25 ആണോ, 78 ആണോ, 126 ആണോ? ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 ഉണ്ട് യുഎന്റെ, അതായത് യുണൈറ്റഡ് നേഷന്റെ. അതിൽ ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 126 ആണ് ഇന്ത്യയുടെ. ഇനി ഇതിന്റെ റാങ്കിങ് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ 126ാമത്തെ റാങ്ക് ആണെന്ന് പറഞ്ഞു. 143 കൺട്രീസുകൾ പങ്കെടുക്കുന്നുണ്ട്. 7 പ്രാവശ്യവും ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഫിൻലാൻഡ് എന്ന് പറഞ്ഞ കൺട്രിക്കാണ് ഹാപ്പിനെസ്റ്റ് കൺട്രി ആയിട്ട് പറയുന്നത്. 7 വർഷവും തുടർച്ചയായിട്ട് ഫിൻലാൻഡ് തന്നെയാണ്. നമുക്ക് 126ാമത്തെ സ്ഥാനമാണ്. 143 കൺട്രീസുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2024 മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി അവാർഡ് അത് ആർക്കാണ് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഗീത കലാനിധി അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? മ്യൂസിക് അക്കാദമി ഫോർ 2024 ആർക്കായിരുന്നു? അംജദ് അലിഖാനാണോ, അല്ലെങ്കിൽ ശ്രീകറിനാണോ, TM കൃഷ്ണയ്ക്കാണോ? ആർക്കാണ് കിട്ടിയത്? TM കൃഷ്ണയ്ക്കാണ് കിട്ടിയത്. TM കൃഷ്ണയ്ക്കാണ് കിട്ടിയത് സംഗീത കലാനിധി അവാർഡ്, മ്യൂസിക് അക്കാദമി ഫോർ 2024. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാർച്ച് 24 ഏത് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർച്ച് 24 ഏത് ഡേ ആണ്? ഏത് ഡേ ആണ്? വേൾഡ് വാട്ടർ ഡേ ആണോ, അല്ലെങ്കിൽ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആണോ, അല്ലെങ്കിൽ വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ ആണോ, നാഷണൽ സേഫ്റ്റി ഡേ ആണോ? ഏതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ലോകക്ഷയ ദിനം, ട്യൂബർകുലോസിസ് ഡേ ആണ് മാർച്ച് 24. അപ്പൊ മറ്റ് ഡേയ്സിന്റെ കൂടെ ഇമ്പോർട്ടൻസ് കൂടെ നമുക്ക് നോക്കാം. വേൾഡ് വാട്ടർ ഡേ ഏതാണ്? മാർച്ച് 22 ആണ് വേൾഡ് വാട്ടർ ഡേ. നോട്ട് ചെയ്യാം, 22 വാട്ടർ ഡേ ആണ്. ഇനി കൺസ്യൂമർ റൈറ്റ് ഡേ എന്നായിരിക്കും? മാർച്ച് 15 ആണ് കൺസ്യൂമർ റൈറ്റ് ഡേ. മാർച്ച് 15 കൺസ്യൂമർ റൈറ്റ് ഡേ. ഇനി നാഷണൽ സേഫ്റ്റി ഡേ എന്നായിരിക്കും? മാർച്ച് 4. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വേൾഡ് വാട്ടർ ഡേ എന്നാണ് മാർച്ച് 22. വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ ഏതാണ്? മാർച്ച് 15. നാഷണൽ സേഫ്റ്റി ഡേ മാർച്ച് 4. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇതിനോടൊപ്പം തന്നെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2022 UNDP പ്രകാരം ആഗോള മാനവ വികസന സൂചികയിൽ, അതായത് ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഗ്ലോബൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ HDIയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2022 കണക്കനുസരിച്ച് എത്രാമത്തെ സ്ഥാനമാണ്? 134ാമത്തെ സ്ഥാനമാണ്. എത്രാമത്തെ സ്ഥാനമാണ്? 134ാമത്തെ സ്ഥാനമാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.